റസുൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും. 40 ലക്ഷമല്ലേ വന്നുള്ളൂ വെളിയില്, ബാക്കി കണക്കും. റസുൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത്, ആ കണക്കും. ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പോൾ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവൾ വരാം, ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ, നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ, ഞാനൊരു വിക്റ്റിമാണ്, എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സാർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും. എന്തായാലും ഇവർക്കൊക്കെ വല്ലാത്ത മനക്കെട്ടിയും തൊലിക്കെട്ടിയും തന്നെ. അയ്യോ പാവം, സജനയുടെ മൂട്ടിൽ തീ പിടിച്ച് സജന കിടന്ന് ഓടി പാവം. അയ്യോ പാവം. 17 ലക്ഷത്തിന്റെ കണക്കും 10 ലക്ഷത്തിന്റെ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും പോട്ട് 5 ലക്ഷത്തിന്റെ കണക്കും റസുൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും
40 ലക്ഷമല്ലേ വന്നുള്ളൂ വെളിയില്. ബാക്കി കണക്കും റസൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ആ കണക്കും ഒക്കെ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. എന്നാലും പടച്ചോനെ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയല്ലോ. സ്റ്റോറികൾ ചെയ്യാൻ കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞാനാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇൻബോക്സിൽ വന്നിട്ട് അങ്ങനെയൊന്നും പറയരുത്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് പർപ്പസ് ഒക്കെ ഇടുന്നു. അതുകൊണ്ടാ ഞാൻ വരാം, എന്തായാലും സ്റ്റോറിയിൽ വരാം, അതായിരിക്കും ബെസ്റ്റ്. എന്റെ ഫീഡ് മൊത്തം ഇവളായി പോകുന്നേ. അപ്പൊ പിന്നെ എനിക്ക് വേറെയൊക്കെ മാറ്റി പിടിച്ചല്ലേ പറ്റുള്ളൂ. എനിക്ക് എന്തോരം കാര്യങ്ങളാ കിടക്കുന്നേ. ഇവള് ഇതിൽ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ പിടിച്ചോണ്ടിരിക്കണോന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ ഞാൻ എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ച. അപ്പൊ അതിന് സമ്മതിക്കൂലേ? നിങ്ങൾ എന്തോ അടേ ഇത് ഫീഡില് വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയിൽ ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡിഫമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡിഫമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ സജനയുടെ വെല്ലുവിളി ഞാൻ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. കുറച്ച് പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം, ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. ₹1 ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നതല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാമെന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം, 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജന റസൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ് ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുമെന്ന് റസൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പം 2 കോടി സജന താ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിൻ്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരും ഉണ്ട്, ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാർ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കൊണ്ട് താന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തായോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിനൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസൂൽ പൂക്കുറ്റി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സായി എന്നും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കിയിരുന്നില്ല. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ഇത്ത ക്ഷമിക്കണം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചത് റസൂൽ പൂക്കുട്ടി ആണ്. റസൂൽ പൂക്കുട്ടി സജനേനെ ഇറക്കി ഫിറോസിക്കാക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി.